ഹായ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പർ 18 ഹോട്ടലിൻ്റെ മെയിൻ കിച്ചണിലാണ് നമ്മളുണ്ടായിരുന്നത്. അവിടെ ഉണ്ടാക്കിയത് നമ്മളെന്തായിരുന്നു? മറന്നുപോയാ? എത്രയേ ഉള്ളൂ, വാഴയില പൊതിഞ്ഞെടുത്ത കരിമീൻ പൊള്ളിച്ചത്. ഇന്നിപ്പോഴും ഉള്ളത് ഞാൻ ഈ ഒരു എപ്പിസോഡും വന്നിരിക്കുന്നത് നമ്പർ 18 ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പിൽ 18 ഡിഗ്രി അല്ലേ, 18 ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത്. ഇത് സ്പോർട്സ് ബാറാണ്. പൂളും പിന്നെ കമ്പ് കൊണ്ട് കുത്തുന്ന സ്നൂക്കറൊക്കെ വെച്ചിട്ടുള്ള ആ ടോപ്പിലാണുള്ളത്. ഇവിടെ ഇറ്റാലിയൻ സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. അതൊരു കൊറിയൻ മിക്സിങ് അല്ലേ? ഒരു കൊറിയൻ ഇറ്റാലിയൻ മിക്സ് ചെയ്തുള്ള കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഫുഡ് ആണ് ഇവിടെ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് എൻ്റെ നാക്കിൽ വഴങ്ങില്ല. കാരണം ഞാൻ ഈ എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പായിട്ടത് പഠിപ്പിക്കില്ലേ? പഠിപ്പിക്കും. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഇന്ന് ഈ ഫുഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഷെഫ് എന്ന് പറയുന്നത് നമ്മുടെ ബോബിയാണ് അല്ലേ? ബോബി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ ബോബിയാണ്. അപ്പോൾ ബോബി ഇന്നത് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഐറ്റംസൊക്കെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. കാരണം ഞാൻ കാണാത്ത 1-2 ലീവ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ കുറേ എനിക്കറിയാവുന്ന 1-2 ഫിഷ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ അതിന് മുമ്പ് ബോബി ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരും. അപ്പോൾ ബോബി ഓക്കെ അല്ലേ? ഇത് സ്ക്വിഡാണ്. സ്ക്വിഡ് ഓക്കെ. ഇത് കട്ടിൽ ഫിഷ് എന്ന് പറയും. കട്ടിൽ ഫിഷ്, കടൽനാക്കെന്ന് പറയുന്ന സ്ക്വിഡ്. ഇത് ക്രാബ്, അത് ഞണ്ടിൻ്റെ. ഇത് സ്ക്രാമ്പി. ഓക്കെ. ഇത് നമ്മുടെ ടൈഗർ പ്രോൺസ്. നോർമൽ പ്രോൺസ്, മാഹി ഫിഷ്, അതായത് സൈക്കിൾ ചെയിൻ എന്നൊക്കെ പറഞ്ഞ മാഹി ഫിഷാണത്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒനിയൻ, പാഴ്സലി, സാൾട്ട്, ഗാർലിക്, ബട്ടർ, ഫ്ലോർ, മൈദ, ചില്ലി ഫ്ലെക്സ്, ബേസിൽ ലീവ്സ്, വൈറ്റ് പെപ്പർ, ഇത് ഹെർബ്സ് ആണ്, ഓക്കെ. അതുപോലെ ഫ്രഷ് ക്രീം, പാപ്രിക്ക പൗഡർ, ഇത് ബെൽ പെപ്പറിന്റെ പേസ്റ്റ് ആണ്, ബോയിൽ ചെയ്ത് പേസ്റ്റ്. ഓക്കെ. ഇതുണ്ടാക്കാൻ പോകുന്ന ഈ സാധനത്തിന്റെ പേരെന്താണ്? ഇന്നത്തെ ഡിഷിന്റെ പേരെന്താണ്? മിംഗിൾഡ് സീ ഫുഡ് ഇൻ റോസ്റ്റഡ് ബെൽ പെപ്പർ. എന്താണ്? മിംഗിൾഡ് സീ ഫുഡ് ഇൻ റോസ്റ്റഡ് ബെൽ പെപ്പർ. വല്ലതും മനസ്സിലായോ? അത് തന്നെ, അതായത് മലയാളത്തിൽ പറയാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് പറഞ്ഞ എന്താണ്? റോസ്റ്റഡ് ബെൽ പെപ്പർ. ഇതാണ് സോസ്. റോസ്റ്റഡ് ബെൽ പെപ്പർ എന്ന ആൾ ഉദ്ദേശിച്ചത് ഈ മഞ്ഞ, പച്ച, ചുമപ്പ്, ഈ 3 ഇതാണ് ബെൽ പെപ്പർ എന്ന ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് ഇവിടെ എടുത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ ആൾ പറഞ്ഞു തരും. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ പൊളിച്ച് കറക്റ്റായിട്ട് ഇവിടെ എന്തായാലും ഓയിലിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷനിലേക്ക് പോകാം അല്ലേ? ഓക്കെ അല്ലേ? ഫ്രൈ പാൻ വെച്ചു. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഓയിലും ബട്ടറും കൂടെ. ഇത് ചൂടായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒലിവ് ഓയിലല്ലേ? ഒലിവ് ഓയിലും ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താ എടുക്കണ്ടേ? ഓയിൽ. ഒലിവ് ഓയിലല്ലേ ഇത്? ഒലിവ് ഓയിൽ. അപ്പോൾ വലിയ സ്പൂൺ ആയതുകൊണ്ട് 3 സ്പൂണും ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 4 സ്പൂണാണ് ഒഴിക്കുക. അപ്പോൾ 4 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ സ്പൂണാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് 4 സ്പൂണാണ്. ഓക്കെ. അപ്പോൾ അടുത്ത് ബട്ടറാണ്. ബട്ടർ എത്ര വേണം? 2 സ്പൂൺ ബട്ടർ. ഈ സ്പൂൺ ആയതുകൊണ്ട് മതി. അടുത്ത് നമ്മൾ ഗാർലിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എത്ര വേണം ബോസേ? ഒരു 3 സ്പൂൺ ഗാർലിക്ക് നമ്മൾ ഇടുകയാണ്. ഒനിയൻ, സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു എത്രയാണ്? അതൊരു 4 സ്പൂണ്. അപ്പോൾ ഇനി അടുത്തെന്താ ഇടാനുള്ളത്? ഇതിൻ്റെ പേരെന്താണ്? ബേസിൽ ലീവ്സ്. അതാണ് നമ്മളിനിപ്പോൾ അടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഇതെന്തോരം ഇടണ്ടേ? 2 പിഞ്ച്. ഒരു പിഞ്ച് ഇതാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഒരു പിഞ്ച്, രണ്ടാമത്തെ ഒരു പിഞ്ച്, അതായത് 2 പിഞ്ച് എന്ന് പറഞ്ഞാൽ 2 നുള്ള്, അതാണ് അതിൻ്റെ കണക്ക്. അടുത്തെന്താണ്? അടുത്തെന്ത്? സാൾട്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഉപ്പ്. അതെന്തോരം വേണം? ഒരു 1/2 സ്പൂൺ സാൾട്ടും കൂടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള 6 ഫിഷും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് അല്ലേ? ഇനി ആഡ് ചെയ്താൽ പോരെ? ഇത് ആയോ? ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ഇടുകയാണ്. ആദ്യം ഏതാണ്? ഇതാണ്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഫിഷ് നമ്മൾ ഇടുകയാണ്. ഇത് മൊത്തം ഇടാൻ പകുതി ഇട്ടാൽ മതി. അപ്പോൾ അതുകൂടി ഇട്ട് നമ്മൾ ഓക്കെ പോരെ. ഇനി
ബാക്കി നമ്മൾ ഇത് പ്രോൺസ് അല്ലേ, ബാക്കി പ്രോൺസ് നമ്മൾ മുഴുവനും ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. ഇതെന്താണ്? അതായത് ഞണ്ടിൻ്റെ ക്രാബിൻ്റെ മീറ്റാണ് ഇത്. സ്കാംബി അല്ലേ, സ്ക്വാംബി എന്ന് പറയുന്ന സംഭവം അത് ചേർത്തു. ഇത് ഓക്കെ. അടുത്ത കട്ടിൽ ഫിഷാണ്. കട്ടിൽ ഫിഷും നമ്മൾ ഇത് മുഴുവൻ ഇട്ടേക്കാം അല്ലേ ബോബി? ഒരെണ്ണം പോലും ഇല്ലാതെ കട്ടിൽ ഫിഷ് ഇട്ടു. ഇനി അടുത്തത് സ്ക്വിഡ് നമ്മൾ ഇത് മുഴുവൻ ഇട്ടേക്കാം അല്ലേ? സ്ക്വിഡും നമ്മൾ മുഴുവനായിട്ടിട്ടു. ഇനി ഇത് ഒരു 8 മിനിറ്റും കൂടി എടുക്കും. ഇതിങ്ങനെ ഇരുന്നാൽ മതി അല്ലേ? അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ സാധാരണയായിട്ട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണോ കഴിക്കാൻ വരുന്നത്, അതെയോ പുറമേ നിന്നുള്ള വിദേശികളാണ്? ആൾക്കാരും ഫോറിനേഴ്സും വരുന്നുണ്ട്. ഇറ്റാലിയൻ സീ ഫുഡ് കൺസെപ്റ്റ് ആയതുകൊണ്ട് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഉണ്ടാക്കുന്നത് സ്വദേശിയാണ്, ഉണ്ടാക്കുന്ന വിഭവം വിദേശി. അതിൻ്റെ ഒരു ജാട ആ മുഖത്തുണ്ട്. ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിന് വേറൊരു പേരുണ്ട്, റൂഫ് ടോപ്പ് 18 ഡിഗ്രി റൂഫ് ടോപ്പ് ബിസ്ട്രോ. അതാണ് 18 ഡിഗ്രി റൂഫ് ടോപ്പ് ബ്രിസ്റ്റോ. അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി വെള്ളം പറ്റിയിട്ടുണ്ട്. ഞാനിനി ഇങ്ങനെ നാക്കുളുക്കുന്ന വാക്കുകളൊന്നും പ്രയോഗിക്കുന്നില്ല. ടോപ്പിലുള്ള ഹോട്ടൽ അതുപോലെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് ചില്ലി ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ വറ്റൽ മുളക് ഇടിച്ചത് അല്ലെങ്കിൽ ചതച്ചത്. ഇതെത്ര വേണം? 2 സ്പൂൺ വറ്റൽ മുളക് ചതച്ചതാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാം. മതിയോ? അപ്പോൾ നമ്മൾ കുറച്ച് തൈം ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ഇടാൻ പോകണേ ഇതിൻ്റെ ഇംഗ്ലീഷ് പേരെന്ന് പറഞ്ഞേ ബെൽ പെപ്പർ. റോസ്റ്റ് ചെയ്തിരിക്കുന്ന ബെൽ പെപ്പർ എന്ന് പറഞ്ഞ ഇതാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഗ്രീൻ, യെല്ലോ, റെഡ്. ഈ ക്യാപ്സിക്ക തൊലിയൊക്കെ കളഞ്ഞ് സീഡൊക്കെ മാറ്റിയിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞു. അതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഇത് നേരത്തെ ക്യാപ്സിക്ക ഞാൻ കാണിച്ചു, റെഡ് ക്യാപ്സിക്കയുടെ ഡ്രൈ ആക്കിയിട്ടുള്ള പൗഡറാണ് അല്ലേ? പാപ്രിക്ക പൗഡർ. അപ്പോൾ ഇത് എത്ര വേണ്ടേ? 1/2 സ്പൂൺ. ഇതുവരെ 1/2 സ്പൂൺ പാപ്രിക്ക പൗഡർ നമ്മളിട്ടു. അടുത്തത് അത് അതേലൊന്ന് മിക്സ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്ലോർ കുറച്ചിടുകയാണ്. ഇതെത്ര വേണ്ടേ? 2 സ്പൂൺ ഫ്ലോർ നമ്മളിടുകയാണ്. ക്യാപ്സിക്കയുടെ തന്നെ പേസ്റ്റ് ആണ് ഇനി അടുത്തത്. അതെത്രയാണ്? ഓക്കെ. അപ്പോൾ ക്യാപ്സിക്കയുടെ ഫ്ലേവർ കയറി നിൽക്കണമെന്നാണ് ബോബി പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ മിൽക്ക് നമ്മൾ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മിൽക്ക് അപ്പോൾ കുറച്ച് മിൽക്ക് ഒഴിച്ചു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഫ്രഷ് ക്രീമാണ് ഒഴിക്കേണ്ടത്. എന്തോരം വേണം ഫ്രഷ് ക്രീം? നല്ല തിക്കാണ്, അതുകൊണ്ട് 1 സ്പൂൺ. നല്ല തിക്കായതുകൊണ്ട് നമ്മൾ 1 സ്പൂണാണ് അത് നമ്മളിതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീമും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. എന്തിനാണ് ബോബി ഫ്രഷ് ക്രീം ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്നത്? ഇറ്റാലിയൻ സോസിൻ്റെ ബേസിക്കാണ് മദർ സോസ്. അതിലൊരു സോസാണ് ബെഷമൽ സോസ്. അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന എല്ലാ ക്രീം ആഡ് ചെയ്യാറുണ്ട്. ക്രീമിയാണ് ഡിഷ്. ഓക്കെ. അപ്പോൾ ഇത് ക്രീമി ആക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്തേക്ക് നമ്മളിത് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? വൈറ്റ് പെപ്പർ പാഴ്സലി ഇട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ. ഇനി വൈറ്റ് പെപ്പറും പാർസലിയും കൂടി ഇട്ടിട്ട്, അതൊരു ലീവ്സാണ് പാർസലി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു ഗാർണിഷിന് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ ആദ്യം വൈറ്റ് പെപ്പറാണ് ആദ്യം വേണ്ടേ? അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പറും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. പോരെ, ഇവിടെ ഇട്ടാൽ പോരെ. വൈറ്റ് പെപ്പറും കൂടി ഇട്ട് മിക്സ് ചെയ്യണം. അവസാന ഫിനിഷിങ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇനി അതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? എത്രയാണ്? എത്രയാണ്?
മതിയോ? ഇത് വാനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വന്നിട്ട് ഇതൊരു ലീവ്സാണിത്. മതിയോ? നൂഡിൽ കൊണ്ടുണ്ടാക്കിയ ഒരു പ്ലേറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇത് സെർവ് ചെയ്യുന്നത്, ഗസ്റ്റുകൾക്ക് സെർവ് ചെയ്യുന്ന ഇതിൻ്റെ അകത്തിട്ടിട്ട് ഇതും കൂടി കഴിക്കാം നമുക്ക് അല്ലേ? ഇതും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നൂഡിൽ പ്ലേറ്റാണിത്. അപ്പം ഇതിൻ്റെ അകത്ത് അത് ഇട്ടിട്ട് പിന്നെ എന്താണുള്ളത്? പിന്നെ അതിൻ്റെ കൂടെ ഒറിഗാനോ ഗാർലിക് ബ്രെഡ് സൈഡ് ഡിഷായിട്ട് കൊടുക്കും. ഓക്കെ, ഒറിഗാനോ ഗാർലിക് ബ്രെഡ് നമുക്ക് ഇതിനകത്ത് സൈഡ് ഡിഷായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഞാനൊന്ന് കറക്റ്റായിട്ട് ബോബീനെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യിക്കാം ഇത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഇങ്ങനെ കൈയിട്ട് വരെ കഴിക്കാൻ പറ്റില്ലോ, എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നാണ്. ബോബി ഇത് എങ്ങനെയാണ് കഴിക്കുക? ഇതെല്ലാം കഴിക്കാൻ പറ്റുമോ? അതെല്ലാം കഴിക്കാൻ പറ്റും. നൂഡിൽസിൻ്റെ ബേസിന് അതും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഇതെടുത്തിട്ട് കഴിച്ചു നോക്കാം. ഓക്കെ, ഞാനെന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇത് സ്കൂപ്പ് ചെയ്തിട്ട് കഴിക്കാം അല്ലേ? സ്പൂണും ഇതൊന്നും നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് കൈ കൊണ്ട് കഴിച്ച് ശീലം, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് കഴിക്കാം അല്ലേ? ആദ്യമായിട്ടാണ് വിളമ്പി വെച്ചിരിക്കുന്ന പ്ലേറ്റ് കഴിക്കാൻ പറ്റുന്നൊരു സാധനം കയ്യിൽ കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഇതിങ്ങനെ എടുക്കണം അല്ലേ? ഇത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? ലെമൺ, ബ്ലൂ കറാസോടെ സിറപ്പ്, ഓക്കെ, കുക്കുംബർ പീൽ ചെയ്തതിൻ്റെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനതൊന്ന് കുടിച്ചോട്ടെ. വളരെ ഗംഭീര ഫുഡ്, നമ്മുടെ ഇന്ത്യൻ ഫുഡ് മാതിരിയല്ല നമ്മുടെ ഈ ഫുഡ് എന്ന് പറയുന്നത്, ഇറ്റാലിയൻ ഫുഡാണ്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ കൂടുതൽ ഡിഷുമായി ഞാൻ വീണ്ടും വരും.